സാജനൊരു ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ്. കാരണം മറ്റുള്ള എല്ലാവരും സംസാരിക്കുമ്പോൾ വളരെ സ്ലോയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരുവിധപ്പെട്ട ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ് സാജൻ. എനിക്ക് തോന്നുന്നു എൻ്റെ കാസറ്റ് എത്രയോ കാസറ്റ് എഴുതിയിട്ടുണ്ട്. മണിച്ചേട്ട നിമ്മി വിളിക്കുന്നു, നിക്കട മണി നടക്കട വടക്കോട്ട്, ഉഗ്രം കാസറ്റ് ആയിരുന്നു. അതിനകത്ത് ഞാൻ ഇപ്പോഴാണ് ചോദിക്കേണ്ട ഒരാള് മെന്റലായിട്ടുള്ള ഒരാള് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറുമെന്ന് ചോദിക്കണ്ടേ. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരാളെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്റെ പേര് പറഞ്ഞു. എന്താ നിനക്ക് അസുഖം? അസുഖം തന്നെ സാർ. എന്തത്? ഞങ്ങളൊക്കെ കടലിൽ പോയിട്ട് മരം വെട്ടി കിട്ടിയിട്ട് അല്ലേ, കടലിൽ വെള്ളമായിട്ട് പോണ സമയത്താണ് ജീപ്പായിട്ട് വെള്ളം അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. കടലിൽ പോയിട്ട് മരം വെട്ടിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങള്. എന്നിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ വന്നത്, എന്ത് അളിയന് ഓപ്പറേഷൻ വേണമെന്ന്. എന്നിട്ടോ നേരെ ഞങ്ങൾ പോയി കോർപ്പറേഷനിലേക്ക്. അന്നിനാ ഓപ്പറേഷൻ അല്ലേ? എന്നിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴോ സ്റ്റേറ്റ് ബാങ്കിൽ പോയി 1 കുപ്പി ബ്ലഡ്. സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് 1 കുപ്പി ബ്ലഡോ? എന്നിട്ടോ ഭയങ്കര ദാഹം. അപ്പോഴോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. എന്നിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ടെസ്റ്റ് കിട്ടി. അപ്പോഴോ ദാഹം തീർന്നു. അപ്പോഴല്ല അളിയൻ പറഞ്ഞ അളിയൻ ബീറിൽ നിന്ന് പാരടിക്കാന്ന്. എന്നിട്ട് ബീറിൽ നിന്ന് പാരടിച്ചപ്പോൾ അവിടെ നിന്നപ്പോൾ ബില്ല് കണ്ണ് കണ്ടപ്പോൾ ബില്ല് തള്ളി പോയത്. അങ്ങനെ പറഞ്ഞ ഒരേ വാക്കാണ് ഇപ്പൊ വന്ന് പറഞ്ഞത്. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതന്ന് തലക്കസൂടായിട്ടല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമാണത്. എന്തായാലും സാജ ഈ പരിപാടി കാണാറുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണാറുണ്ട്. ഞാനതല്ലേ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കരഞ്ഞിട്ട് ശരിക്കും മണിബായിയുടെ കഥയാണ്, അല്ലെങ്കിൽ അല്ല വേറെ ആളുടെ കഥയാണ്. എന്റെ അനുഭവം അല്ലല്ലോ. എന്റെ ഇവിടെ അല്ല കയറിയത്, കംപ്ലീറ്റ് ട്രൗസർ ആയിരുന്നു കയറിയത്. കാരണം കളസം കീറിയെന്നല്ല, ഇതെന്റെ വീടിന്റെ അടുത്തൊരു ലേഡീസ് ക്ലബ് ഉണ്ട്. അപ്പൊ ഈ ലേഡീസ് ക്ലബിന്റെ അവിടെ ഒരു സീസൺ ഉണ്ട്. സീസൺ ഇങ്ങനെ ഇരുന്ന് നിറങ്ങണത്, അതുമ്പോൾ കയറുന്നുണ്ടെങ്കിൽ നിറങ്ങാം. എന്റെ ട്രൗസർ ഞാൻ എല്ലാ ഇന്റർവ്യൂലൊക്കെ പറയാറില്ല, ചിരിച്ച് സന്തോഷമുള്ള ട്രൗസറാന്ന് പറയും. കാരണം ഈ ട്രൗസർ കീറിയിട്ട് കണ്ണട പോലെ ഇവിടെ കീറിയതുകൊണ്ട് സന്തോഷമുള്ള ട്രൗസറാണ്. കാരണം കീറാൻ കാരണം ഈ സീസോലിൽ നിന്ന് ഇറങ്ങിയിട്ടാ, അതിനകത്ത് സിമെന്റ് ഇട്ടിട്ടില്ല, പരുക്കം മാത്രമേ ഉള്ളൂ. ഈ ഇരുന്ന് നിറങ്ങുമ്പോ സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര. ചന്തിന്ന് തീ പോയ വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ അനുഭവമാണ് ആ കൊച്ചു പയ്യനെ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ നമ്മൾ ഈ മണി വീണ മട്ടുമ്പോൾ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പോകും സാജ. സാജന്റെ അല്ലെങ്കിൽ നമ്മ ഒരുമിച്ച് അഭിനയിച്ച ഒരു എത്ര പടം? വാൽക്കണ്ണാടി, ബാംബു ബോയ്സ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്.